ശബരിമല നട തുറന്നതോടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അടിസ്ഥാന മേഖലയിലെ അസൗകര്യങ്ങൾ തുടരുകയാണ്. പരിമിതമായ വെർച്വൽ ബുക്കിങ്ങിന് സൗകര്യങ്ങളിൽ വലഞ്ഞ് അയ്യപ്പന്മാർ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുന്, നട തുറന്നുകൂടി പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ശബരിമല സന്നിധാനത്തെത്തുന്നതിൽ 99% ഭക്തരും എത്തുന്നിടമാണ് എരുമേലി. എരുമേലിയിൽ ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും ഉണ്ടാകുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ തന്നെയാണ്. അത് ണ്ട് അതുപോലെ തന്നെ വിവിധ തരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല, പുതിയ പരിഷ്കാരങ്ങൾ അയ്യപ്പന്മാർക്ക് കൂടുതൽ വെല്ലുവിളിയാകുന്നു, അവരെ കൂടുതൽ ദുരിതത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു കോട്ടയം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ എരുമേലിയിലടക്കം തന്നെ ഈ മഴ ബാധിച്ചിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലെല്ലാം ഈ മഴയുണ്ടാക്കിയ ദുരിതം എന്ന് പറയുന്നത് ചെറുതല്ല. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വാഹനങ്ങൾ തെന്നിപ്പോകുന്ന രീതിയിലേക്ക് അയ്യപ്പന്മാരെല്ലാം തന്നെ ഈ ചെളിയിൽ കുതിരുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്ക് അടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ശൗചാലയങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയ്യപ്പന്മാർ ഓരോ മണിക്കൂറുകളിലും 10 മടങ്ങ് അയ്യപ്പന്മാർ ഓടിയെത്തുന്ന അല്ലെങ്കിൽ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇവിടെ എരുമേലിയിൽ നിന്ന് കാണാൻ ആകുന്നത്. അവിടെ ഈ ശൗചാലയങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാത്തത് വലിയ രീതിയിൽ ഭക്തരെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്വകാര്യ ശൗചാലയങ്ങളെ കൂടുതൽ വില നൽകി ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് അയ്യപ്പന്മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വില ഏകീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാനും ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്നത് സ്പോട്ട് ബുക്കിംഗ്, അതുപോലെ തന്നെ വെർച്വൽ ബുക്കിംഗ് പോലുള്ള കാര്യങ്ങളായിരുന്നു. പല പേരുകളിട്ട് ഇതിൽ ചില ഗിമിക്കുകൾ കാണിക്കാൻ സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും അധികൃതരെല്ലാം ശ്രമിച്ചെങ്കിലും ഈ പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ നേരിടാൻ വേണ്ട തരത്തിൽ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാരെത്തുന്ന എരുമേലിയിൽ വെറും 2 ജീവനക്കാരെ മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് വേണ്ടി സജ്ജമാക്കിയിരുന്നത്. ഇന്നലെ അതിരാവിലെ എത്തിയ അയ്യപ്പന്മാർ പലർക്കും വെർച്വൽ ബുക്കിങ്ങിലൂടെ ഏതാണ്ട് രാത്രിയിലേക്കും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് മാത്രമാണ് ഇത്തരത്തിൽ അവസരങ്ങൾ ദർശനത്തിന് വേണ്ടിയുള്ള സ്ലോട്ട് കിട്ടിയത് എന്നുള്ളതാണ്. ഏതാണ്ട് 1000-ലധികം അയ്യപ്പന്മാർ ഇന്നലെ തന്നെ ഈ എരുമേലിയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ 1000-ലധികം അയ്യപ്പന്മാരുടെ ബുക്കിങ്ങിന് വേണ്ടി ഉണ്ടായിരുന്നത് 2 സ്റ്റാഫുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ രീതിയിൽ അയ്യപ്പന്മാരെ വലച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അതുപോലെ തന്നെ പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലെ കാര്യക്ഷമതയില്ലായ്മയെല്ലാം ബാധിക്കുന്നത് ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനെത്തുന്ന അയ്യപ്പന്മാരാണ് എന്നുള്ളതാണ്. അത് ശബരിമല തീർത്ഥാടനത്തെ ഏറ്റവും കൂടുതൽ ദുരിതമാക്കുന്നു. ഏറ്റവും സുഗമമായി നടത്തേണ്ടിയിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ഇത്തരത്തിൽ യാതൊരു വിധത്തിലും തയ്യാറെടുപ്പുകളില്ലാതെ അയ്യപ്പന്മാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എരുമേലിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി തുടർന്നുള്ള ദിവസങ്ങൾ അയ്യപ്പന്മാരുടെ കുത്തൊഴുക്കുണ്ടാകും. വീക്കെൻഡുകളിലെല്ലാം തന്നെ അയ്യപ്പന്മാർ ഒഴുകിയെത്തുന്ന സ്ഥിതിവിശേഷമാണ് എല്ലാ വർഷങ്ങളും ഉണ്ടാകുന്നത്. ഈ വർഷവും അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൽ കൂടുക എന്നുള്ളതല്ലാതെ അതിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ആ സമയങ്ങളിലേക്കെങ്കിലും ഈ പ്രശ്നങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ വലിയ ദുരിതത്തിലേക്ക് അയ്യപ്പന്മാർ തള്ളിവിടപ്പെടും എന്നുള്ളത് തന്നെയാണ് തീർച്ച. ശരി മിഥുന്, ശബരിമല നട തുറന്നതോടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.